മറ്റു വാർത്ത കെ.എസ്.യുവിൻ്റെ കാമ്പസ് ജാഗരൺ യാത്രയിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് കൊല്ലത്തെ കെ.എസ്.യുവിൽ നടപടി. കൊല്ലം ജില്ലയിലെ 28 ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിച്ച യാത്ര 19-നായിരുന്നു കൊല്ലത്ത് എത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, ഈ കെ.എസ്.യുവിൻ്റെ ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന് പറയുന്നത് എന്തോ ലഹരി വിരുദ്ധ സന്ദേശയാത്ര എന്നും മറ്റോ ആണെന്ന് തോന്നുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കെ.എസ്.യുവിൻ്റെ യാത്ര ആരംഭിച്ചതിന് പിന്നാലെയാണ് കളമശ്ശേരിയിലെ കഞ്ചാവ് കേസ് വരുന്നതും അവിടുത്തെ കെ.എസ്.യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ പിടിയിലാവുകയും ചെയ്യുന്നത്. പിന്നാലെ അലോഷ്യസ് സേവ്യറിൻ്റെ യാത്രയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി കെ.എസ്.യുക്കാരാണ് പിടിയിലായത്. അതിൽ തന്നെ ഈ പലരും പങ്കെടുക്കാത്തവർ തന്നെ ഇത്തരത്തിൽ ഈ ലഹരി കടത്തുമായും ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ളവരാണെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ 28 പേരുടെ സസ്പെൻഷനിലേക്ക് നീങ്ങിയ മറ്റു കാര്യങ്ങൾ? ഈ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു ഈ കെ.എസ്.യുവിന്റെ അതിന്റെ പരിസരത്തായിരുന്നു സ്വീകരണം നൽകാൻ തീരുമാനിച്ചതും അങ്ങനെ ഈ ജാഥ, സംസ്ഥാന ജാഥ, ഈ പറഞ്ഞ ലഹരി വിരുദ്ധ ജാഥ അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ സിജു സൂചിപ്പിച്ചതുപോലെ ഈ 2 വൈസ് പ്രസിഡന്റുമാര്, ബ്ലോക്ക് പ്രസിഡന്റുമാര്, ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 28 പേർ ഭാരവാഹികളായ പ്രധാനികളായ ജില്ലയിൽ കെ.എസ്.യുവിന് നേതൃത്വം നൽകുന്ന അമരക്കാരായ 28 പേർ വിട്ടുനിന്നു. കെ.എസ്.യുവിൽ കൂടുതലും പ്രവർത്തകരെക്കാളും നേതാക്കളാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ മുകളിലോട്ട് കോൺഗ്രസിലായാലും അങ്ങനെ തന്നെ. സ്വാഭാവികമായും അതിൽ പങ്കെടുക്കേണ്ട ഇതിന് മറ്റുള്ള വിദ്യാലയങ്ങളിൽ എല്ലാ കുട്ടികൾക്കും അവബോധം പകരുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഭാരവാഹികളാണ് ഈ ലഹരി വിരുദ്ധ ഇന്നത്തെ കേരളം മുഴുവനും ചർച്ച ചെയ്യും. സംസ്ഥാന ഗവൺമെന്റ് അതിന് വലിയ നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പോലീസ് നടപടി, എക്സൈസ് നടപടിയൊക്കെ പുരോഗമിക്കുന്നു. മാത്രമല്ല ഡിവൈഎഫ്ഐ, SFI ഉൾപ്പെടെ AISF ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ മുഴുവനും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ലഹരിക്കെതിരെ പോരാട്ടം ആരംഭിക്കുന്നു. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രവർത്തകർക്ക് പലർക്കും ലഹരി വിരുദ്ധരുമായി ഏറ്റുവിട്ട് ലഹരി മാഫിയുമായി ഏറ്റുവിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള സംഘടന കൂടിയാണ് ഡിവൈഎഫ്ഐയുടെയൊക്കെ പ്രവർത്തകർ. ആ സാഹചര്യത്തിലാണ് ഈ കെ.എസ്.യുവിന്റെ മാർച്ചിൽ ഇത്രയേറെ ഭാരവാഹികൾ. അതിന് മലപ്പുറം തൊട്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് മാത്രം 150ഓളം പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ആലപ്പുഴയിലും ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഇങ്ങനെ സസ്പെൻഷന്റെ പെരുമഴക്കാലമായി ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഈ കെ.എസ്.യുവിന്റെ മാർച്ച് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ശരി രാജ്കുമാർ, ഏതായാലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നടപടി നേരിട്ട കെ.എസ്.യു നേതാക്കൾ പ്രവർത്തകർ, അതിന് പിന്നാലെ കൊല്ലത്ത് 28 ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശയാത്ര വലിയ ഹാസ്യമായി മാറി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് പങ്കുവച്ചത്.